ഹലോ, ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. കാരണം ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയാണ്, 3 വർഷമായിരിക്കുകയാണ്. അപ്പം നമ്മുടെ കല്യാണ ഒരുക്കങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് കല്യാണത്തിന് ഡേറ്റ് എടുക്കുന്നത്, കല്യാണം ലെറ്റർ അടിക്കുന്നത്, അത് പൂജിക്കുന്നത്, പിന്നെ താലി എടുക്കുന്നത്, മോതിരം എടുക്കുന്നത്, കല്യാണ സാരി എടുക്കുന്നത്. കല്യാണ സാരി എടുക്കുമ്പോഴൊന്നും ചേട്ടൻ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. ചേട്ടൻ പുറത്തായിരുന്നു. അത് കല്യാണത്തിനൊരു 4 ദിവസം മുന്നേ എനിക്ക് സർപ്രൈസ് ആയിട്ട് വന്നിരിക്കുകയാണ്. അത് ഞങ്ങളുടെ സേവ് ദ ഡേറ്റിൻ്റെ ഒരു ചെറിയ പാർട്ടാണ്. അത് ഞങ്ങളുടെ ഹൽദിയുടേതാണ് കേട്ടോ. ഇത് ഹൽദി ഞങ്ങൾ നമ്മളെങ്ങനെയാണോ ആഗ്രഹിച്ചത് അതുപോലെ തന്നെ എനിക്ക് ആഘോഷിക്കാൻ പറ്റി. വളരെ ചെറിയ രീതിയിലായിരുന്നു, എന്നാലും ഹാപ്പി ആയിരുന്നു കേട്ടോ. ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും എല്ലാവരും കൂടി ചേർന്ന് അവരുടെ വളരെ മെമ്മറബിൾ ആക്കി തന്നു. നമ്മളെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ കുറേ ഡാൻസ് കളിച്ച് അവരുടേതായ രീതിയിൽ എൻജോയ്മെൻറ്റ് ചെയ്തു കേട്ടോ. പിന്നെ ഹൽദി ബേസ് ഡെക്കറേഷൻ എല്ലാം കസിൻസ് ആയിരുന്നു കേട്ടോ. കസിൻസും ഫ്രണ്ട്സും കൂടിയായിരുന്നു ഡെക്കറേഷനും സ്റ്റേജ് ഡെക്കറേഷനൊക്കെ ചെയ്തത്. ഹൽദി സെലിബ്രേഷൻ കഴിഞ്ഞപ്പോൾ പിന്നെ രാത്രി നമ്മൾ മെഹന്തി ഇടായിരുന്നു. എനിക്ക് ജിത്തുവാമനും അനന്തും കൂടിയാണ് കേട്ടോ മെഹന്തി കിട്ടുന്നത്. ഞാൻ ആദ്യം ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് കല്യാണരാമനിലെ പാട്ടിട്ടായിരുന്നുണ്ട്. പിന്നെ കോപ്പിറൈറ്റ് കാണിക്കും എന്നുള്ളതുകൊണ്ടാണ് ഓൺ വോയിസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു പോർഷൻ എത്തിയപ്പോൾ അനുരാഗരാവിൽ അലങ്കരിച്ചൊരു പൂന്തോണിയെത്തി, ആ ഒരു പാട്ടാണ് എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ തന്നെ ഞങ്ങളുടെ സാരി കൊണ്ടുവരുന്ന ചടങ്ങൊക്കെ ആയിട്ടോ. അപ്പോൾ ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നാത്തുമാരായിട്ട് കാലൊക്കെ തൊട്ടത് അവരുടെ കയ്യിൽ നിന്ന് സാരിയൊക്കെ ഏറ്റി വാങ്ങി. പിന്നെ എല്ലാ കല്യാണ പരിപാടിയിലും കാണുന്ന സ്ഥിരം കലാപരിപാടി കുട്ടിപ്പട്ടാളങ്ങളെ കൊണ്ട് ഒരു വീഡിയോ എടുപ്പിക്കൽ. അങ്ങനെ ഞങ്ങളുടെ കല്യാണ ദിവസത്തിരിക്കുകയാണ്. ഞങ്ങളുടെ താലി ഇരിക്കുന്ന കണ്ടോ. അപ്പം നമ്മുടെ കല്യാണം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള പാർത്തുകോണം ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ കല്യാണം. അപ്പോൾ എല്ലാം ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ചെറുക്കനും കൂട്ടിനും ചിരിച്ചുല്ലസിച്ച് വരുന്നുണ്ട് കേട്ടോ. വന്നപാടെ ചെറുക്കനെ പിടിച്ച് മണ്ഡപത്തിലെത്തി ആവണി തലങ്ങളും എന്തി ഞാനും എത്തി കേട്ടോ. ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിൽ ആ ഒരു സമയം ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ 5 വർഷം പ്രേമിച്ചിട്ട് ആ കല്യാണം കഴിക്കാൻ പോകും. നമ്മൾ രണ്ടുപേരും അത്രയും കാത്തിരുന്ന ഒരു ഡ്രീം മൊമെൻറ്റ് തന്നെയായിരുന്നു കേട്ടോ. അത് നമ്മുടെ പാരൻസിൻ്റെ ബ്ലെസ്സിങ്ങോട് കൂടി അവൻ എൻ്റെ കഴുത്തിൽ താലി ചാർത്തി. അപ്പം ഈ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. എങ്കിലും കുഴപ്പമില്ല, ഈ ഒരു മൊമെൻറ്റ് കിട്ടിയ സമയത്ത് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അത് എങ്ങനെ പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയത്തില്ല, അത്രയും ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഒഫീഷ്യലി ഞാൻ അവൻ്റേതായി മാറി ആ സമയത്ത്. ഇന്നിപ്പോൾ 3 വർഷം തികഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ ഒന്നിച്ചിട്ട്. അപ്പോൾ ടോട്ടലി നമ്മൾ ഒരുമിച്ചിട്ട് 8 വർഷമായിരിക്കണം കേട്ടോ. അപ്പോൾ ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ ഇന്നോസ് ഉണ്ട്. അതുപോലെ വിഷമം എന്ന് പറയുമ്പോൾ അവനവിടെ ഞാൻ ഇവിടെ ആയിട്ടുള്ള ആദ്യത്തെ ആനിവേഴ്സറിയും കൂടിയാണിത്. അപ്പോൾ എൻ്റെ വീട്ടുകാരെ വിട്ടുപോകുന്ന വിഷമവും അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ച ഒരു ലൈഫിലേക്ക് കയറുന്ന ഒരു സന്തോഷവും രണ്ടും കൂടി ഒരുമിച്ചുള്ള മൊമെൻ്റ് ആയിരുന്നു അത്. നമ്മുടെ റിസപ്ഷൻ ലുക്ക് ഇതായിരുന്നു കേട്ടോ. രാത്രി റിസപ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ചെറിയൊരു കേക്ക് കട്ടിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നാത്തൂന്മാരുടെ ഇളയമ്മരുടെയും വരെ ചെറിയൊരു കലാപരിപാടി. വീഡിയോഗ്രാഫർ അവിടെ തന്നെ നിൽക്കുന്നു. അപ്പൊ ഒന്നും കിട്ടിയില്ലടാ. ഇങ്ങോട്ട് വടക്കിപ്പം പൊട്ടൂടി. കഥ പടയ്ക്കുന്നവരെടുക്കണം. പൊക്കൂടെന്ന് പറ്റിക്ക് പറഞ്ഞാൽ മതിയാണ്. നീ സംസാരം നടച്ചോ. ഇനിയെങ്കിലും പൊക്കൂടെ